നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വഖഫ് ബിൽ ശീതകാല സമ്മേളനത്തിൽ തന്നെ പാസ്സാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത് ഷാ മഹാരാഷ്ട്രയിൽ ബിജെപിയുടെ പ്രകടന പത്രിക പുറത്തിറക്കുന്നതിനിടെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. പാർലമെന്റ് ശീതകാല സമ്മേളനം നവംബർ 25-നാണ് ആരംഭിക്കുക. ഡിസംബർ 20 വരെ തുടരും. ശീതകാല സമ്മേളനത്തിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നിർദ്ദേശത്തെപ്പറ്റിയും ചർച്ചകൾ നടക്കും. വഖഫ് ഭൂമി പ്രശ്നത്തിൽ മുനമ്പത്തെ ജനങ്ങൾക്ക് വീട് വിട്ട് ഇറങ്ങിപ്പോകേണ്ടി വരില്ലെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു. കേരളത്തിൽ നടക്കുന്ന വിഷയത്തെ കേന്ദ്രം വളരെ ഗൗരവത്തോടെ കാണുന്നുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കി. ബിജെപി നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖറും ഷോൺ ജോർജും നൽകിയ നിവേദനത്തിൽ മറുപടി നൽകുകയായിരുന്നു കേന്ദ്രമന്ത്രി. എന്നാൽ വഖഫ് ബിൽ പാസ്സാവുന്നതിന് മുമ്പ് കഴിയുന്നത്ര അടിച്ചുമാറ്റാനാണ് വഖഫ് ബോർഡിന്റെ ശ്രമം. ചാവക്കാട് ഒരുമനയൂർ വില്ലേജിൽ 37 കുടുംബങ്ങൾക്ക് വഖഫ് ബോർഡിൽ നിന്ന് നോട്ടീസ് ലഭിച്ചു. പൊന്നാനി താലൂക്കിൽ സാമൂതിരിയുടെ പണ്ടാരം വഴി 1910-ൽ പുഴയ്ക്കൽ തറവാട്ടുകാർക്ക് ചാർത്തി കിട്ടിയ ഭൂമിയിൽ നിന്ന് വില കൊടുത്തു വാങ്ങിയ വീട്ടുകാർക്ക് ഉൾപ്പെടെയാണ് വഖഫിൽ നിന്ന് കുടിയിറക്ക നോട്ടീസ് കിട്ടിയത്. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിലും 5 പേർക്ക് വഖഫ് നോട്ടീസ് ലഭിച്ചു. മാനന്തവാടി അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന തവിഞ്ഞാൽ തലപ്പുഴയിലെ കുടുംബങ്ങൾക്കാണ് നോട്ടീസ് ലഭിച്ചത്. തീർന്നില്ല. കർണാടകയിൽ വിജയപുരയിൽ നിന്നും ആരംഭിച്ച വഖഫ് ബോർഡിന്റെ അധിനിവേശം സംസ്ഥാനത്തൊട്ടാകെ വ്യാപിച്ച് ഇപ്പോൾ കുടകിലും എത്തിച്ചേർന്നിരിക്കുന്നു. നൂറുകണക്കിന് വർഷങ്ങളായി ആരാധിക്കപ്പെടുന്ന വനദുർഗ ക്ഷേത്രത്തെ വഖഫ് സ്വത്താക്കി മാറ്റിയതായി കന്നഡ മാധ്യമമായ പബ്ലിക് TV റിപ്പോർട്ട് ചെയ്യുന്നു. കുടക് ജില്ലയിലെ സോംവാർപേട്ട് നഗരത്തിലെ ഹൃദയഭാഗത്തുള്ള വനദുർഗ ക്ഷേത്ര ട്രസ്റ്റിന്റെ 11 ഏക്കർ ഭൂമിയാണ് വഖഫ് സ്വത്തായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പഴയ കന്നഡയിൽ കൊത്തിയ ചൗഡേശ്വരി ക്ഷേത്രക്കല്ലിന്റെ തെളിവുകളും ഇവിടെയുണ്ട്. ചിക്കബല്ലാപൂരിലെ ആഞ്ജനേയ ക്ഷേത്രത്തിനും ഭീഷണി. ഇപ്പോൾ ആഞ്ജനേയ സ്വാമി ക്ഷേത്രമിരിക്കുന്ന സ്ഥലം ഖബർസ്ഥാനാണെന്നാണ് വഖഫ് അധികൃതരുടെ വാദം. പുരാതന കാലം മുതൽ ഗുട്ടാഞ്ജനേയ സ്വാമി ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ക്ഷേത്രം 1918-19 ഖബർസ്ഥാനാക്കി മാറ്റിയതായി രേഖകളിൽ വ്യക്തമാണ്. വെല്ലൂട്ടി വില്ലേജിലെ സർവേ നമ്പർ 6-ൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിന്റെ രേഖകൾ മാറ്റിയതിൽ ജനങ്ങൾ പ്രതിഷേധത്തിലാണ്. ക്ഷേത്രത്തിന് 1 ഏക്കർ 8 സെന്റ് ഭൂമിയാണ് ഉള്ളത്. ഇത് വഖഫ് വസ്തു ആണെന്നാണ് കാണിച്ചിരിക്കുന്നത്. അതിനിടെ വഖഫ് ബോർഡിന് കീഴിലുള്ള കർഷകരുടെ ഭൂമിയും മറ്റ് സ്വകാര്യ സ്വത്തുക്കളും രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും നിർത്തിവെച്ച് കന്നഡ സംസ്ഥാന സർക്കാർ. സ്വത്തവകാശത്തെക്കുറിച്ചും അനധികൃതമായ ഭരണ നടപടികളെക്കുറിച്ചുമുള്ള ചർച്ചകൾ നടക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ തീരുമാനം. വഖഫ് കേസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും നോട്ടീസ് ഉണ്ടെങ്കിൽ പിൻവലിക്കണമെന്നും സിദ്ധരാമയ്യ നിർദ്ദേശിച്ചു. തർക്കഭൂമിയിൽ സജീവമായി കൃഷി ചെയ്യുന്ന കർഷകർക്കെതിരെ കേസെടുക്കില്ലെന്ന് ഉറപ്പുവരുത്തണമെന്നും മുഖ്യമന്ത്രി വകുപ്പ് ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു. വഖഫ് ബില്ലിന്റെ പാർലമെന്റ് സംയുക്ത സമിതി അധ്യക്ഷൻ ജഗദാംബിക പാലിന് കർണാടകയിലെ വടക്കൻ ജില്ലകളിലെ കർഷകർ നിവേദനം നൽകിയതിന് പിന്നാലെയാണിത്. ടിപ്പു സുൽത്താൻ വാളുപയോഗിച്ച് നിരപരാധികളെ മതം മാറ്റി. അതുപോലെ കോൺഗ്രസ് സർക്കാർ വഖഫ് ഉപയോഗിച്ച് ജനങ്ങളുടെ ഭൂമി കവർന്നെടുക്കുകയാണ് എന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. സർ എം വിശ്വേശ്വരയ്യ പഠിച്ച സ്കൂളും വഖഫ് സ്വത്തായി മാറ്റി. 15 ദിവസത്തിനകം എല്ലാ സ്വത്തുക്കളും വഖഫ് ഫണ്ടിലേക്ക് എഴുതി നൽകണമെന്നും സിദ്ധരാമയ്യ നേരത്തെ പറഞ്ഞിരുന്നു. ശ്രീരംഗപട്ടണത്തിലെ 400 വർഷം പഴക്കമുള്ള ക്ഷേത്രവും സ്കൂളും വഖഫ് ബോർഡിന്റെ വകയാക്കി മാറ്റി. ഇത് സംസ്ഥാനത്തെ ജനങ്ങളിൽ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കോൺഗ്രസ് സർക്കാർ ലാൻഡ് ജിഹാദിലാണെന്നും വഖഫ് മന്ത്രി സമീർ അഹമ്മദ് ഖാനെ പുറത്താക്കണമെന്നും BJP ആവശ്യപ്പെടുന്നുണ്ട്. കർഷകരുടെ ഭൂമിയിൽ തുടങ്ങിയ ഈ വഖഫ് സ്വത്ത് തർക്കം ഒടുവിൽ മഠങ്ങൾക്കും ഹൈന്ദവ ക്ഷേത്രങ്ങൾക്കും നോട്ടീസ് നൽകുന്ന അവസ്ഥയിലെത്തിയിരുന്നു. തുടർന്ന് സംസ്ഥാനത്തെ കർഷകർ സംസ്ഥാനത്തുടനീളം പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുകയും സംസ്ഥാന സർക്കാരിനെതിരെ രോഷം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് സർക്കാർ ഇപ്പോൾ കർഷകർക്ക് നൽകിയ നോട്ടീസ് പിൻവലിച്ചു എന്ന് പറഞ്ഞത്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.